Good afternoon, dear students. Welcome to our online class. Today we are discussing a new chapter, hydrocarbons. Organic chemistryയിലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബണും ഹൈഡ്രജനും കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, അതുപോലെ തന്നെ കാർബൺ ഹൈഡ്രജന് പുറമെ സൾഫർ, നൈട്രജൻ, ഫോസ്ഫറസ് പോലുള്ള ഹാലൈഡ് പോലുള്ള ഹെറ്ററോ ആറ്റം കൂടെ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഹൈഡ്രോകാർബൺ എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അവിടെ ഹൈഡ്രജനും കാർബണും മാത്രം പ്രസന്റ് ആയിരിക്കും. അത്തരത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്, സിംപ്ലസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഈസ് കോൾഡ് ഹൈഡ്രോകാർബൺസ്. ദെൻ ഹൈഡ്രോകാർബൺസില് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഹൈഡ്രോകാർബൺസ്. നമ്മൾ യൂസ് ചെയ്യുന്ന LPG അല്ലെ, പാചകവാതകങ്ങളാണെങ്കിലും അതുപോലെ പെട്രോൾ പോലുള്ള ഫ്യൂവലുകളാണെങ്കിലും എല്ലാതും ഹൈഡ്രോകാർബൺസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ട് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഫ്യൂവൽസ് ആണ് അതെല്ലാം. കാരണം ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോകാർബൺ ഒരു കഴിവുണ്ട്, അത് കത്തിക്കുമ്പോൾ, അത് ബേൺ ചെയ്യുമ്പോൾ ഒരുപാട് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈഡ്രോകാർബൺസിനെ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഹൈഡ്രോകാർബൺസിന്റെ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഹൈഡ്രോകാർബൺസിനെ നമ്മള് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സൈക്ലിക് കോമ്പൗണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ സൈക്ലിക് ആയിട്ടുള്ള ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹൈഡ്രോകാർബൺസിനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട്സും അതുപോലെ തന്നെ സൈക്ലിക് കോമ്പൗണ്ട്സ് അഥവാ ക്ലോസ്ഡ് റിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്. ദെൻ എന്താണ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ? ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആവാം, അതല്ലെങ്കിൽ സ്ട്രെയിറ്റ് ചെയിൻ കണ്ടെയ്നിങ് ബ്രാഞ്ചസ്. അത്തരത്തിലുള്ള ഹൈഡ്രോകാർബൺസിനെയാണ് നമ്മള് ഓപ്പൺ ചെയിൻ എന്ന് പറയാം. നമ്മള് പറഞ്ഞിട്ടുണ്ട് പ്രൊപ്പെയിന്, ബ്യൂട്ടെയിന്, അതൊക്കെ എന്താണ് ലീനിയർ ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ആണ് അല്ലെ. ദെൻ നമ്മള് ഓപ്പൺ ചെയിൻ നമ്മള് ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറയാറുണ്ട്. എന്താണ് പറയാ? ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറയാറുണ്ട്. ദെൻ ക്ലോസ്ഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് ഹൈഡ്രോകാർബൺസിന് വീണ്ടും ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺ ആൻഡ് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ അല്ലെ. ദെൻ ആലിസൈക്ലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺ റിംഗ് ഫോമിൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺ എന്ന് പറയാം. ദെൻ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് 1 ബെൻസീൻ റിംഗ് അല്ലെ. ഇതിനെയാണ് ആരോമാറ്റിക് എന്ന് പറയാം. ദെൻ ആലിഫാറ്റിക് ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള ഹൈഡ്രോകാർബണ് അല്ലെങ്കിൽ ലീനിയർ ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ അഥവാ ആലിഫാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോകാർബണ് നമ്മള് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് അല്ലെ. അപ്പൊ എന്താണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. കാർബൺ സിംഗിൾ ബോണ്ട് അല്ലെ. കാർബൺ സിംഗിൾ ബോണ്ട് ഉള്ളതാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത്. ദെൻ അപ്പൊ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ കാർബൺ മൾട്ടിപ്പിൾ ബോണ്ട്സ്, ഒന്നെങ്കിൽ ഡബിൾ ബോണ്ട് ആവാം, അതല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആവാം അല്ലെ. അതിനെയാണ് നമ്മള് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിലെ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണ് ആൽക്കെയിൻസ് എല്ലാം അല്ലെ. ആൽക്കെയിൻ ആണ് എന്ത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽക്കെയിൻസിനെ കുറിച്ചാണ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആയിട്ടുള്ള ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതിന്റെ കൺഫോർമേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ആൽക്കെയിൻസിന്റെ പ്രോപ്പർട്ടീസും പ്രിപ്പറേഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ്. എങ്ങനെയാണ് ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യുക, നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്.
നമ്മൾ പറഞ്ഞു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അല്ലെ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ നിന്ന് നമുക്ക് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇൻ ലബോറട്ടറി കണ്ടീഷനിൽ നമ്മള് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആയിട്ടുള്ള ആൽക്കീൻസ് ഓർ ആൽക്കൈൻസ് അല്ലെ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉള്ള അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിൽ നിന്ന് നമുക്ക് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഫസ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. അപ്പൊ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ എങ്ങനെയാണ് പ്രിപ്പയർ എന്ന് വെച്ചാൽ ഇത് CH2 അല്ല, ഇത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണ്. ഇതൊരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണ് റിഡക്ഷൻ നടക്കാം. ഒരു മെറ്റൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറ്റാലിറ്റിക് ഹൈഡ്രോജനേഷൻ വഴിയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഡിഷൻ ഓഫ് ഹൈഡ്രജനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, റിഡക്ഷൻ എന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മൾ ആൽക്കീനിലേക്ക് ഒരു ഹൈഡ്രജനെ ആഡ് ചെയ്ത് ഇൻ പ്രസൻസ് ഓഫ് മെറ്റൽ കാറ്റലിസ്റ്റ് വി ഗെറ്റ് CH3. ഇതെന്താണ്, മെത്ത് എത്ത് അല്ലെ, ഈഥെയിൻ ആണ് ഈ കോമ്പൗണ്ട്. അപ്പൊ ഈഥീൻ നിന്നും അല്ലെ, ഈഥീൻ നിന്നും ഈഥെയിൻ നമ്മൾ എന്ത് ചെയ്തു, പ്രിപ്പയർ ചെയ്തു. ഓക്കെ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. എന്താ ആൽക്കൈൽ ഹാലൈഡ് അല്ലെ, ഒരു ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കൂടെ ഒരു ഹാലൈഡ് വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും എങ്ങനെയാണ് ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം. അതിന്റെ ഈ റിയാക്ഷൻ നോക്കൂ. CH3Cl അല്ലെ, ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പാണ്, ഇതൊരു ഹാലജൻ ഗ്രൂപ്പാണ് അല്ലെ. ആൽക്കൈൽ ഹാലൈഡ് മീഥൈൽ ക്ലോറൈഡ് അല്ലെ, ഇതൊരു ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആൽക്കൈൽ ഹാലൈഡിന് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ആൽക്കൈൽ ഹാലൈഡിന് ഹൈഡ്രജൻ ആഡ് ചെയ്തു അല്ലെ, റിഡക്ഷൻ സംഭവിച്ചു ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ഓർ HCl പ്രസൻസിൽ റിഡക്ഷൻ നടത്തി. വി ഗെറ്റ് CH4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മീഥെയിൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും മീഥെയിൻ കിട്ടി പ്ലസ് HCl, ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് കിട്ടി, HCl കിട്ടി. അപ്പൊ രണ്ട് മെത്തേഡാണ് ഇത് പ്രിപ്പറേഷൻ ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ് മെത്തേഡ് വുഡ്സ് റിയാക്ഷൻ ആണ്. വുഡ്സ് റിയാക്ഷൻ ഒരു നെയിം റിയാക്ഷൻ ആണ്. അപ്പൊ ആൽക്കൈന്റെ പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് വുഡ്സ് റിയാക്ഷൻ? വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ആൽക്കൈൽ ഹാലൈഡ് 2 മോൾ ആൽക്കൈൽ ഹാലൈഡും സോഡിയവും റിയാക്ട് ചെയ്യാണ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. അപ്പൊ ഇവിടെ റിയാക്ഷൻ മീഡിയം ഡ്രൈ ഈതർ ആണ്. ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ 2 മോൾ ആൽക്കൈൽ ഹാലൈഡും സോഡിയം തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൽക്കൈൻ ആയിരിക്കും. നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. CH3Br അതൊരു ആൽക്കൈൽ ഹാലൈഡ് ആണ് അല്ലെ. ഈ ആൽക്കൈൽ ഹാലൈഡ് 2 മോൾ ഉണ്ട് അല്ലെ. 2 മോൾ ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് 2Na മാറ്റി റിയാക്ട് ചെയ്യുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ എന്ത് കിട്ടുന്നു, CH3 ഇതെന്താണ്, ഇതൊരു ആൽക്കെയിൻ ആണ്, ഈഥെയിൻ ആണ് അല്ലെ. മെത്ത് എത്ത് 2 കാർബൺ ആണ്, അപ്പൊ ഈഥെയിൻ ആണ്. ദെൻ നമ്മളിവിടെ നോക്കാം, ഇവിടെ 2 മോള് ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ റിയാക്ഷനിൽ നമുക്ക് 2 കാർബൺ ഉള്ള ഹൈഡ്രോ കാർബൺ ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. 2 കാർബൺ ആണുള്ളത്. ഇപ്പൊ വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാം ഇതുപോലെ ഈവൻ നമ്പർ കാർബണിനുള്ള കോമ്പൗണ്ട്സ് ആണ്, ഹൈഡ്രോ കാർബൺസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ്സ് റിയാക്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ. ദെൻ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ റിയാക്ഷൻ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് ആണ് എടുത്തിട്ടുള്ളത് അല്ലെ. CH3Br ഉം CH3Br അല്ലെ. ഇത് 2 ഡിഫറെന്റ് ആൽക്കൈൽ ഹാലൈഡുകളാണ് എടുത്തിട്ടുള്ളത്. ഈ ഡിഫറെന്റ് ആൽക്കൈൽ ഹാലൈഡ് എടുക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുന്നു പ്രസൻസ് ഓഫ് ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ തന്നെയാണ് ഇവിടെ റിയാക്ഷൻ നടത്തുന്നത്. ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ CH3 CH2 CH3 അല്ലെ. CH3 CH2 ഈ CH3 കൂടെ
പ്രൊപ്പെയിൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഈ പ്രൊപ്പെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡുകൾ ഉപയോഗിച്ച് വുഡ്സ് റിയാക്ഷൻ നടത്തുമ്പോൾ ഓഡ് നമ്പർ ഉള്ള ഹൈഡ്രോ കാർബൺസ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഓഡ് നമ്പർ ആയിട്ടുള്ള ആൽക്കെയിൻ ആണ് കിട്ടുന്നത്. സോ നമ്മള് ഇവിടെ ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രമല്ല ഉണ്ടാവുക. ഇവിടെ ഇതൊരു 1 മോളും ഇത് 1 മോളും ആണ് നമ്മൾ എടുത്തിട്ടുണ്ടാവുക. സോറി, ഇത് 2 മോളും ഇത് 2 മോളാണ് എടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ 2 മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CH3Br തന്നെ 1 മോളും കൂടെ ഉണ്ടാവും അല്ലെ. 2 മോള് 2 മോൾ CH3Br സ്വയം റിയാക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ CH3 അല്ലെ ഒരു ഈഥെയിൻ ഫോം ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ 2 മോൾ CH3CH2Br അല്ലെ, മെത്ത് ഈഥൈൽ ബ്രോമൈഡ് ഉണ്ട്. ഇവിടെ 2 മോള് ഈഥൈൽ ബ്രോമൈഡ് ഉണ്ട്. ഈ ഈഥൈൽ ബ്രോമൈഡും തമ്മില് റിയാക്ട് ചെയ്തിട്ട് ഒരു ബ്യൂട്ടൈൻ ഫോം ചെയ്യാം അല്ലെ. 4 കാർബണുള്ള ഒരു ബ്യൂട്ടൈൻ ഫോം ചെയ്യാം. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് പ്രൊപ്പെയിൻ കിട്ടുന്നുണ്ട്, ഈഥൈൻ കിട്ടുന്നുണ്ട്, ദെൻ CH3 CH2 CH2 CH3 ബ്യൂട്ടൈൻ ഫോം ചെയ്യും. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഹൈഡ്രോ കാർബൺസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വുഡ്സ് റിയാക്ഷൻ cannot be used to produce odd numbered alkanes. odd number കാർബൺ അടങ്ങിയ ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഒരിക്കലും വുഡ്സ് റിയാക്ഷൻ യൂസ് ചെയ്യാറില്ല. വുഡ്സ് റിയാക്ഷൻ എപ്പോഴും നമ്മൾ ഈവൻ നമ്പറുള്ള ഈവൻ കാർബൺ നമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യുക. ഈവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഥെയിൻ, ബ്യൂട്ടെയിൻ, ഹെക്സെയിൻ പോലുള്ള ഈവൻ നമ്പർ ആയിട്ടുള്ള ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ്സ് റിയാക്ഷൻ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻസ്. ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ആൽക്കെയിൻസില് 4 വരെ കാർബൺ 1 to 4 4 കാർബൺ വരെ കാണപ്പെടുന്ന ഹൈഡ്രോ കാർബൺസ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഗ്യാഷ്യസ് ഫോമിലായിരിക്കും. അതാണ് ഇതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് വരുന്നത്. ദെൻ 4 കാർബൺ കഴിഞ്ഞിട്ട് വരുന്ന 13th വരെയുള്ള ഇപ്പോ കാർബൺ 5 C5 മുതൽ C17 വരെയുള്ള കാർബൺ അടങ്ങിയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ലിക്വിഡ് ഫോമിലായിരിക്കും. ദെൻ ഹയർ ഹൈഡ്രോ കാർബൺ, ഹയർ നമ്പർ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് എല്ലാം വാക്സി സോളിഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് പറയുന്നത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കെയിൻസ്, ജനറലി ലോ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കെയിൻസ്. ആൽക്കെയിൻസിന്റെ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ദെൻ പോളാർ കോമ്പൗണ്ട്സ് ആയിരിക്കും, നോൺ പോളാർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. അതുപോലെ തന്നെ അവയ്ക്കിടയിലെ മോളിക്യൂൾസ് ഹെൽഡ് ടുഗദർ ബൈ വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് വഴിയാണ് അവ മോളിക്യൂൾസ് എല്ലാം പരസ്പരം ഹെൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ സ്ട്രൈറ്റ് ചെയിൻ ആയിട്ടുള്ള ആൽക്കെയിൻസ് നോക്കുമ്പോൾ കാർബണിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് അവിടെ എന്ത് സംഭവിക്കുന്നു? ആൽക്കെയിൻസിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് കൂടുമ്പോ ബോയിലിംഗ് പോയിന്റ് കൂടും. അതുപോലെ തന്നെ മോളിക്കുലാർ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, ഇത്രയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പറയുന്നത്. Then next is chemical properties of alkenes. Chemical property പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഐസോമറൈസേഷൻ ആണ്. ഐസോമറിസം എന്താണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു അല്ലെ. കോമ്പൗണ്ട് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് പ്രോപ്പർട്ടി, അതിനെയാണ് നമ്മള് ഐസോമറിസം എന്ന് പറയുന്നത്. ഇവിടെ ഐസോമറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രൈറ്റ് ചെയിൻ ആയിട്ടുള്ള ആൽക്കെയിന് ബ്രാഞ്ചഡ് ചെയിൻ ആയിട്ടുള്ള ആൽക്കെയിൻസിനെ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ആൻഡ് HCl പ്രസൻസിൽ. എങ്ങനെയാണ് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ CH3CH2 അല്ലെ. ഇവിടെ ഇതെന്താണ്? CH2 4 ടൈംസ് ഉണ്ട്. ദെൻ CH3 അങ്ങനെ പറഞ്ഞത് എന്താണ്? ഈ ഒരു കോമ്പൗണ്ട് എന്താണ്? ഹെക്സൈൻ ആണ് അല്ലെ. ഇത് ഹെക്സൈൻ എന്ന സ്ട്രൈറ്റ് ചെയിൻ ആയിട്ടുള്ള ഒരു ആൽക്കെയിൻ ആണ്. ഈ ആൽക്കെയിന് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ആൻഡ്
ഹൈഡ്രജൻ ക്ലോറൈഡ് HCl പ്രസൻസിൽ ഇത് ബ്രാഞ്ചഡ് കോമ്പൗണ്ട്സ് ആയി മാറി അല്ലെ. ഐസോമേഴ്സ് ഫോം ചെയ്തു എന്ന് വെച്ചാൽ ഇത് മെത്തിയെത്ത് പ്രൊപ്പോ ബ്യൂട്ടിൽ പെന്റ് അല്ലെ. 1 മീഥൈൽ പെന്റേനും ഇത് മെത്തിയെത്ത് പ്രൊപ്പോ ബ്യൂട്ടിൽ പെന്റ് ഇതെന്താണ് 3 മീഥൈൽ പെന്റേൻ ആയി. അപ്പൊ 1 മീഥൈൽ പെന്റേനും 3 മീഥൈൽ പെന്റേൻ ആയിട്ടുള്ള കോമ്പൗണ്ട് ആയി മാറി. ഹെക്സെയിൻ എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ചെയിന് 2 കോമ്പൗണ്ട് ആയി മാറി അല്ലെ. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഐസോമേഴ്സ് ഫോം ചെയ്യാൻ ചെയ്തിട്ടുള്ളത് അല്ലെ. ഈ കോമ്പൗണ്ട്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇവിടെ 6 കാർബൺ ഉണ്ട്, ഇതിലും 6 കാർബൺ ഉണ്ട് അല്ലെ. ഹൈഡ്രജന്റെ എണ്ണം ഈക്വൽ ആണ്. അപ്പൊ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ ഡിഫറൻറ്റ് സ്ട്രക്ചർ ആണ്. അപ്പൊ ഐസോമേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സിനെയാണ്, ഈ ഒരു കെമിക്കൽ പ്രോപ്പർട്ടിനെയാണ് നമ്മള് എന്താ പറയാ, ഐസോമറൈസേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടി ഈസ് ആരോമൈറ്റൈസേഷൻ. എന്താണ് ആരോമൈറ്റൈസേഷൻ? ഒരു 6 കാർബൺ അടങ്ങിയിട്ടുള്ള ഒരു ആൽക്കെയിൻ ആണെന്ന് വിചാരിക്കാം. 6 കാർബൺ അല്ലെങ്കിൽ 6ൽ കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ള ഒരു ആൽക്കെയിനെ നമുക്ക് ആരോമാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റാൻ കഴിയും. ആ പ്രോസസ്സാണ് ആരോമൈറ്റൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഹെക്സെയിൻ ഒരു 6 കാർബൺ അടങ്ങിയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള ആൽക്കെയിൻ ആണ് അല്ലെ. അപ്പൊ ഹെക്സെയിൻ ഒരു ആൽക്കെയിൻ ആണ്, 6 കാർബൺ ഉണ്ട്. ഇതിനെ നമ്മള് ഇൻ പ്രസൻസ് ഓഫ് സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ്, ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഇതാണ് അല്ലെ. ഈ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് എന്തായി മാറുന്നുണ്ട്? C6H6 എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട്. ബെൻസീൻ ആണ് C6H6 അല്ലെ. ബെൻസീൻ ഒരു ആരോമാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ്. അപ്പൊ നമുക്ക് ഒരു ഹൈഡ്രോ കാർബൺ 6 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയർ 6ൽ കൂടുതൽ കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു ആൽക്കെയിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പ്രഷറും കൊടുത്ത് അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ആരോമാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറുന്നു. ഈ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മള് ആരോമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് കൺഫോർമേഷൻ. എന്താണ് കൺഫോർമേഷൻ? ആൽക്കെയിൻസിന്റെ കൺഫോർമേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ആൽക്കെയിൻസിൽ ഒരു കാർബൺ മറ്റ് കാർബണുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുള്ളത് സിഗ്മ ബോണ്ട് വഴിയാണ് അല്ലെ. കാർബൺ സിംഗിൾ ബോണ്ട് ആണ്, അത് സിഗ്മ ബോണ്ട് ആണ്. അപ്പൊ നമ്മുടെ ഈ കാർബൺ സിഗ്മ ബോണ്ടിന് അതിന്റെ ബോണ്ടിന്റെ ആക്സിസിൽ വെച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കാന്ന് വിചാരിക്കാം. അപ്പൊ കാർബണെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കാർബൺ ആറ്റം അടങ്ങിയ മോളിക്യൂൾസിന് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് കിട്ടും. അത്തരത്തിലുള്ള സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ കൺഫോർമേഷൻ എന്ന് പറയാം. ഓക്കെ. ഒരു ആൽക്കെയിന് ഒന്നിൽ കൂടുതൽ ആൽക്കെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ ഒരു കാർബൺ, അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട് ഈഥെയിന്റെ കൺഫോർമേഷൻ ആണ് നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഈഥെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാർബൺ ഉണ്ട് അല്ലെ. 2 കാർബൺ അടങ്ങി സിംഗിൾ ബോണ്ട് ചെയ്തിട്ടുള്ള 2 കാർബൺ ഉണ്ടായിരിക്കും. അതിൽ ഒരു കാർബൺ നമ്മൾ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് മറ്റേ കാർബൺ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യിക്കാണ്. ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിലുള്ള കാർബൺ ഒരു ഈഥെയിൻ ആകുമ്പോ ഒരു കാർബൺ ചുറ്റും എത്ര ഉണ്ടായിരിക്കും? 3 ഹൈഡ്രജൻ ഉണ്ടായിരിക്കും അല്ലെ. ഈ കാർബണും 3 ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു കാർബണെ സ്റ്റേബിൾ ആക്കി വെച്ചുകൊണ്ട് നമ്മൾ മറ്റേ കാർബണെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ കൺഫോർമേഷൻ, ഇതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കൺഫോർമേഷൻ നമുക്ക് കിട്ടും. കാരണം ഓരോ ആംഗിൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്പുള്ള സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണ് ആ മോളിക്യൂളിന്റെ കിട്ടുന്നത്. അത്തരത്തിലുള്ള ആ കൺഫോർമേഷൻ വ്യത്യസ്ത രീതിയിലുള്ള സ്പേഷ്യൽ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ കൺഫോർമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിപ്പോ ഒരു മീഥെയിൻ ആണ് അല്ലെ. 2 ഇതൊരു കാർബണെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഇതൊരു കാർബണെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ കാർബണിന്റെ ചുറ്റും 3 ഹൈഡ്രജൻ ഉണ്ടായിരിക്കും അല്ലെ. കാർബൺ സിംഗിൾ ബോണ്ടാണ് ഈ കാണുന്നത്. ഇതുപോലെ ഇതിപ്പോ ഒരു കാർബൺ, ഇതൊരു കാർബൺ, ഈ കാർബണ് ഇതൊരു കാർബൺ ഈ കാർബണെ നമ്മൾ സ്റ്റേബിൾ ആക്കി വെച്ചുകൊണ്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാണ്. ഇതിനെ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇതിനെ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന ഫോമാണ് ഇത് അല്ലെ. നേരെ തിരിഞ്ഞു, ഈ 2 എണ്ണം മേലെ വന്നു, ഇത് താഴേക്കും പോയി, 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ കൺഫോർമേഷൻ, ഡിഫറെന്റ് ആയിട്ടുള്ള സ്പേഷ്യൽ അറേഞ്ച്മെന്റ് കിട്ടും, ഒരുപാട് കൺഫോർമേഷൻസ് കിട്ടും. ആ ഒരുപാട് കൺഫോർമേഷൻസിൽ ഏറ്റവും
സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഗേർഡ് ആയിട്ടുള്ള കൺഫോർമേഷനും ഏറ്റവും ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ളത് എക്ലിപ്സ്ഡ് കൺഫോർമേഷനുമാണ്. ഓക്കെ, പിന്നെ എന്താണ് സ്റ്റാഗേർഡ് കൺഫോർമേഷൻ അല്ലെങ്കിൽ എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ എന്നാണ് പറയുന്നത്. ദെൻ ഈ കൺഫോർമേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ന്യൂമാൻ പ്രൊജക്ഷൻ വഴിയും അതല്ലെങ്കിൽ സോഹോഴ്സ് റെപ്രസെന്റേഷൻ വഴിയാണ് നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യുക. ഇപ്പൊ ഇതാണ് സോഹോഴ്സ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഈ രണ്ടെണ്ണം സോഹോഴ്സും ഈ രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമാൻ പ്രൊജക്ഷനുമാണ്. ഓക്കെ, ഇപ്പൊ സോഹോഴ്സിൽ എങ്ങനെയാണ്, ഇതാണ് സ്റ്റാഗേർഡ് കൺഫോർമേഷൻ, ഇതാണ് എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, എക്ലിപ്സ്ഡ് കൺഫോർമേഷനിൽ ഹൈഡ്രജൻ ആറ്റംസ് എവിടെയാണ് വന്നിട്ടുള്ളത്, കാർബൺ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ദെൻ നമ്മൾ ഇതില് എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ എന്തുകൊണ്ടാണ് ലെസ് സ്റ്റേബിൾ ആണെന്ന് പറയാൻ കാരണം എന്ന് നോക്കാം. അപ്പൊ ഇവിടെ എക്ലിപ്സ്ഡ് കൺഫോർമേഷനില് ഈ ഹൈഡ്രജൻ രണ്ട് കാർബണിലെയും ഹൈഡ്രജന്റെ ഡിസ്റ്റൻസ്, ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസ്, അതുപോലെ ഈ ഹൈഡ്രജനും ഈ ഹൈഡ്രജനും ഈ ഹൈഡ്രജനും ഈ ഹൈഡ്രജനും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. ഡിസ്റ്റൻസ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൈഡ്രജൻ ഒരു റിപ്പൽസീവ് ഫോഴ്സ് അവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ റൊട്ടേഷൻ ഒരു എനർജി ബാരിയർ ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് അവിടെ ടോർഷണൽ സ്ട്രെയിൻ, റൊട്ടേഷനുമായി ബന്ധപ്പെട്ട ടോർഷണൽ സ്ട്രെയിൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ വളരെ ലെസ് സ്റ്റേബിൾ ആവാനുള്ള കാരണം. ദെൻ നമ്മള് സ്റ്റാഗേർഡ് നോക്കാം. സ്റ്റാഗേർഡ് കൺഫോർമേഷൻ നോക്കുമ്പോൾ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഈ കാർബണിന്റെ 120 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്തു അല്ലെ. റൊട്ടേറ്റ് ചെയ്തപ്പോ നേരെ ഈ രണ്ട് ഹൈഡ്രജനും ഈ ഹൈഡ്രജനും തമ്മിലുള്ള, ഇതിപ്പോ ഇങ്ങനെ വരച്ചതുകൊണ്ടാണ് തോന്നുന്നത്, ശരിക്കും നമ്മൾ അതിന്റെ ബോൾ സ്റ്റിക്ക് മോഡൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഡിസ്റ്റൻസ് എത്രയാണ്. ബോർഡിൽ വരച്ചതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ചെറുതായിട്ടൊക്കെ തോന്നുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഹൈഡ്രജൻ ഇടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. രണ്ട് ഹൈഡ്രജനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് തന്നെ അവയ്ക്കിടയിലുള്ള റിപ്പൽഷനും കുറവായിരിക്കും. റിപ്പൽഷൻ കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയുള്ള എനർജി ബാരിയർ, റൊട്ടേഷന്റെ എനർജി ബാരിയർ കുറവായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ടോർഷണൽ സ്ട്രെയിനും കുറവ് മതി, പെട്ടെന്ന് തന്നെ നമുക്ക് റൊട്ടേഷൻ സാധ്യമാകും അല്ലെ. അപ്പൊ റൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഗേർഡ് ആയിട്ടുള്ള കൺഫോർമേഷൻ ആണ്. അപ്പൊ ഈ സെയിം സംഭവം തന്നെ നമ്മൾ വേറെ രീതിയിലും കൂടെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ന്യൂമാൻ പ്രൊജക്ഷൻ. ന്യൂമാൻ പ്രൊജക്ഷനില് നോക്കാം, ഇതൊരു കാർബണും ഈ വലിയ വട്ടം രണ്ടാമത്തെ കാർബണാണ് അല്ലെ. ഇതേയും മോളിക്കൂളിൽ രണ്ട് കാർബൺ ഉണ്ട്. ആദ്യത്തെ കാർബൺ ഇത്, സെക്കൻഡ് കാർബണെയാണ് നമ്മൾ ആ വട്ടായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ദെൻ ആദ്യത്തെ കാർബണിന്റെ മേലെയുള്ള ഹൈഡ്രജൻ ആണ് ഫിൽ ചെയ്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് കാർബണിന്റെ മേലെ ഹൈഡ്രജൻ ആണ് ഫിൽ ചെയ്തിട്ടുള്ളത്. ഇത് സ്റ്റാഗേർഡ് ഫോം ആണ്. സ്റ്റാഗേർഡ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർബൺ, ഇതൊരു കാർബൺ ആണെങ്കിൽ കാർബണിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. ഫ്രണ്ട് കാർബണിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേ കാർബൺ വരിക. പിന്നെ അതിന്റെ അപ്പുറം ഇപ്പുറം അതിന്റെ 3 ഹൈഡ്രജൻ ഫിൽ ചെയ്തിട്ടുണ്ടാവും. അതാണ് ഈ കാണുന്നത്. ഈ കാർബണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്, സെക്കൻഡ് കാർബൺ വരുന്നത് അല്ലെ. ദെൻ ഇവിടെ ഈ ഹൈഡ്രജന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, വളരെ കൂടുതലാണ്. therefore റിപ്പൾസീവ് ഫോഴ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാഗേർഡ് എന്താണ്, സ്റ്റേബിൾ ആണ്. ദെൻ എക്ലിപ്സ്ഡ് കേസ് വരുമ്പോ നോക്കി, കാർബണിന്റെ തൊട്ട് ബാക്കിലാണ് ഈ അടുത്ത കാർബൺ നിൽക്കുന്നത് അല്ലെ, സെയിം ലൈനിന്. അപ്പൊ ഇവിടെ രണ്ട് ഹൈഡ്രജൻ അടുക്കുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ് അല്ലെ. രണ്ട് ഹൈഡ്രജൻ അടുക്കുള്ള വളരെ കുറവായതുകൊണ്ട് റിപ്പൾസീവ് ഫോഴ്സ് കൂടുതലാണ്. സോ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്താണ്, വളരെ ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫർമേഷൻ ആണ്. ഓക്കെ, ഇതാണ് കൺഫോർമേഷൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ചാപ്റ്റർ ആണ്. അതില് ഹൈഡ്രോ കാർബൺസിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. നോമെൻക്ലേച്ചർ ഒക്കെ നമ്മൾ ഓൾറെഡി ആദ്യത്തെ ഓർഗാനിക്കിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ ക്ലാസിഫിക്കേഷൻ പറഞ്ഞതിന് ശേഷം നമ്മള് പ്രിപ്പറേഷൻ ആണ് പറഞ്ഞത് അല്ലെ. എങ്ങനെയാണ് ആൽക്കൈൻസ് പ്രിപ്പയർ ചെയ്യുക, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് പറഞ്ഞു. ദെൻ ഒരു നെയിം റിയാക്ഷൻ പറഞ്ഞു, വുഡ്സ് റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് വുഡ്സ് റിയാക്ഷൻ എന്താണെന്ന് പഠിക്കുക. ദെൻ നമ്മള് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് അല്ലെ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതിന്റെ സ്റ്റേറ്റ് പറഞ്ഞു. ദെൻ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് പറഞ്ഞു. ദെൻ കെമിക്കൽ പ്രോപ്പർട്ടിയില് ഐസോമറൈസേഷനും ആറ്റോമൈസേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ആറ്റോമൈസേഷൻ ആൻഡ്
ആരോമൈസേഷൻ എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കൺഫോർമേഷൻ അല്ലെ, ആൽക്കെയിന്റെ കൺഫോർമേഷനെ കുറിച്ചാണ് പറഞ്ഞത്. കൺഫോർമേഷൻ സ്റ്റാഗേർഡ് ആണ് മോർ സ്റ്റേബിൾ ദാൻ എക്ലിപ്സ്ഡ്. സ്റ്റാഗേർഡ് കൺഫോർമേഷൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ എക്ലിപ്സ്ഡ്. കാരണം അവിടെ ഹൈഡ്രജൻ ബോൺസിന്റെ ഇടയ്ക്കുള്ള റിപ്പൾസീവ് ഫോഴ്സിന്റെ കുറവും കൂടുതലും കാരണമാണ്. അത് എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആവാൻ കാരണം, എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആവാൻ കാരണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സ്പേഷ്യൽ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ കൺഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആൽക്കെയിൻസിന്റെ കേസിൽ പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.